Xiaomi അവരുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് സീരീസ് Mi 10T സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഗ്ലോബലി. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ അടുത്ത മാസമാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. Mi 10T സീരീസിലെ Mi 10T പ്രോയും Mi 10Tയെ പറ്റിയാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഫോണുകളെ പറ്റി അറിയേണ്ട എല്ലാം നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാൻ പോകുന്നുണ്ട്. Mi 10T ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫോൺ കൂടെ ഉണ്ട്. അതിൻ്റെ വീഡിയോ അടുത്ത് സെപ്പറേറ്റ് വരുന്നതായിരിക്കും. അതിന് കാരണം ഒരു സ്പെഷ്യൽ ഒരു കാരണമുണ്ട്. അത് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് Mi 10T പ്രോയും Mi 10Tയെ പറ്റിയും ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ഫോൺസ് എന്ന യൂട്യൂബ് ചാനലാണ്. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണോട് ക്ലിക്ക് ചെയ്യുക. Mi 10T പ്രോയും Mi 10Tയും തമ്മിൽ അത്ര വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ബേസിക്കലി രണ്ടും ഏറെക്കുറെ സിമിലർ ഫോണാണ്. 1-2 ചെറിയ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് രണ്ട് ഫോണുകളും ഒന്നിച്ച് ചർച്ച ചെയ്യാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് Mi 10T പ്രോയും Mi 10T പ്രോയുടെയും ഡിസൈനും ബിൽഡും ഡിസ്പ്ലേ ആണ്. ഡിസൈനിലോട്ട് വരികയാണെങ്കിൽ നമുക്കിതിൽ ലഭിക്കുന്നത് ഒരു ഗ്ലാസ് ബാക്ക് തന്നെയാണ്. ഒരു പ്രീമിയം ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം പോലത്തെ ഒരു ഫിനിഷ് തന്നെയാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഒരു ഗ്രേഡിയൻറ്റ് ഡിസൈനാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. അത്രയും വലിയൊരു ഫ്ലാഷി ആയിട്ടുള്ള ഗ്രേഡിയൻസ് നമുക്കിതിൽ ലഭിക്കുന്നില്ല. 3 കളർ വേരിയൻസിലാണ് Mi 10T പ്രോ അവൈലബിൾ ആയിട്ടുള്ളത്. കോസ്മിക് ബ്ലാക്ക്, അറോറ ബ്ലൂ, ലൂണാർ സിൽവർ എന്ന പേരിലുള്ള 3 വേരിയൻസ് ആണ്. ഇതിലെ 2 വേരിയൻസ് ഒരു സാധാ ഒരു ക്ലാസി ഒരു ഡിസൈനാണ് ലഭിക്കുന്നത്. അറോറ ബ്ലൂ എന്ന് പറഞ്ഞാൽ മാത്രം കുറച്ചുകൂടി ഒരു ഫ്ലാഷി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ലഭിക്കുന്നത്. Mi 10Tയിലോട്ട് വരികയാണെങ്കിൽ 2 കളർ വേരിയൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് കോസ്മിക് ബ്ലാക്കും ലൂണാർ സിൽവറുമാണ്. നമുക്ക് അറോറ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫ്ലാഷി കളർ നമുക്ക് Mi 10Tയിൽ ലഭിക്കുന്നില്ല. ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ എടുത്തു നിൽക്കുന്നത് ആ വലിയൊരു ക്യാമറ അറേ തന്നെയാണ്. അതിന് നല്ല ക്യാമറ ഹമ്പും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് Mi 10T പ്രോയിലെ ക്യാമറ സെൻസർ തന്നെയാണ്. Mi 10Tയിൽ നമുക്ക് അത്രയും വലിയ ക്യാമറ സെൻസർ അല്ല ലഭിക്കുന്നതെങ്കിലും ആ ഒരു ഡിസൈൻ അങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിവോ X50 പ്രോയിലൊക്കെ കണ്ട പോലത്തെ ഒരു ക്യാമറ അറേ ഡിസൈനാണ് ലഭിക്കുന്നത്. നടുവിൽ ഒരു വലുതായിട്ടുള്ള ആ ഒരു ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. താഴെ ആ ഒരു 2 സെൻസർ വേറെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു താഴെ ഒരു വെറുതെ ഒരു സ്ഥലം വിട്ട പോലെയുണ്ട്. അത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് 360 ഡിഗ്രി ആംബിയൻറ്റ് ലൈറ്റ് സെൻസറാണ്. ഒരു കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്ക്രീനിൻ്റെയൊക്കെ. അപ്പോൾ അത് വെറുതെ വിട്ട സ്ഥലമല്ല, അതൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ അതിൻ്റെ താഴെ ഒരു ഫ്ലാഷും കൂടെ ലഭിക്കുന്നുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇതിൽ നമുക്ക് ഒരു LCD ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. LCD ഡിസ്പ്ലേ ആണെങ്കിലും ഒരു കിടിലം LCD ഡിസ്പ്ലേ എന്ന് തന്നെയാണ് ആദ്യത്തെ റിവ്യൂസ് ഹാൻഡ്സ് ഓൺ വീഡിയോസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ Mi 10T പ്രോയിലും Mi 10Tയിലും ലഭിക്കുന്നത് ഒരു 6.67 ഇഞ്ചിൻ്റെ 144 ഹെർട്സിൻ്റെ LCD ഡിസ്പ്ലേ ആണ്. ഇതൊരു പഞ്ച് ഹോൾ ഉള്ള ഒരു LCD ഡിസ്പ്ലേ ആണ്. അപ്പോൾ AMOLED അല്ല എന്ന് ഓർക്കണം. അപ്പോൾ AMOLED അല്ലാത്തത് കൊണ്ട് നമുക്കിതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ലഭിക്കുന്നില്ല. എൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ലഭിക്കുന്നില്ല. ഇതിലെ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ലഭിക്കുന്നത് സൈഡിലാണ്, പവർ ബട്ടണിലാണ് നമുക്കിതിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ലഭിക്കുന്നത്. നമ്മൾ ഒരു ലോഡ് ഫോണുകൾ കണ്ട പോലെ Note 9 Pro Maxലും പോക്കോ X2ലും പോക്കോ X3യിലൊക്കെ കണ്ട പോലത്തെ ഒരു സൈഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ തന്നെയാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. ഡിസ്പ്ലേയെ പറ്റി വേറൊരു കാര്യം കൂടെ എടുത്ത് പറയേണ്ടത് അതെന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ അഡാപ്റ്റീവ് സിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ടെക്നോളജി ലഭിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിഫ്രഷ് റേറ്റ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കില്ല. 144 ഹെർട്സ് വരെ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ 144 ഹെർട്സിലായിരിക്കില്ല ഇത് റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഒരു ഇമേജ് കാണുകയാണെങ്കിൽ ആ ഒരു റിഫ്രഷ് റേറ്റ് 30 ഹെർട്സ് വരെ താഴ്ന്നു പോകും. ഒരു വീഡിയോ കാണുകയാണെങ്കിൽ വീഡിയോയുടെ ഒരു ഫ്രെയിം റേറ്റിന് മാച്ച് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു ടെക്നോളജി പറഞ്ഞിരിക്കുന്നത്. ഇതേ ടെക്നോളജി നമ്മൾ പോക്കോ X3യിലും കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബെറ്റർ ബാറ്ററി ലൈഫ് ഈ ഒരു 144 ഹെർട്സ് ഉള്ള ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തെങ്കിലും കിട്ടുന്നതാണ് ഈ ഒരു ഫോൺ. അതുമാത്രമല്ല നമുക്കിതിൽ MEMC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി ലഭിക്കുന്നുണ്ട്. നമ്മളത് ഇതിനു മുമ്പ് കണ്ടത് OnePlus 8 പ്രോയിലാണ്. അതായത് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ഫ്ലൂയിഡിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്കിതിൽ നിന്നും ലഭിക്കുന്നതാണ് ഈ ഒരു ടെക്നോളജി ഉള്ളത് കൊണ്ടും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് Mi 10T സീരീസിൻ്റെ സ്പെക്സാണ്. Mi 10T പ്രോയിലും Mi 10Tയിലും ലഭിച്ചിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 865 എന്ന് പറഞ്ഞ പ്രോസറാണ്. സ്നാപ്ഡ്രാഗൺ 865 പ്ലസ് അല്ല. എന്നിരുന്നാലും തരക്കേടില്ലാത്തൊരു പ്രോസർ തന്നെയാണ്. തരക്കേടില്ല എന്നല്ല, ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആൻഡ്രോയിഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ ചിപ്സെറ്റുകളിൽ ഒരെണ്ണം തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 865. ഇതിൻ്റെ മുകളിൽ സ്നാപ്ഡ്രാഗൺ 865 പ്ലസ് മാത്രമേ ഉള്ളൂ. അത് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ROG Phone 3യിൽ മാത്രമാണ്. ബാക്കിയുള്ള ഫോണുകളിലൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഇനി വരാൻ പോകുന്ന OnePlus 8ലും നമുക്ക് ലഭിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 865 തന്നെയാണ്. അതിലും നമുക്ക് പ്ലസ് ലഭിക്കുന്നില്ല. 2 വേരിയൻസിലാണ് Mi 10T പ്രോ ഇപ്പോൾ ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 8GB 128GB ഇന്റർണൽ സ്റ്റോറേജുള്ള ബേസ് വേരിയൻറ്റും 8GB 256GB ഇന്റർണൽ സ്റ്റോറേജുള്ള ഹയർ എൻഡ് വേരിയൻറ്റുമാണത്. Mi 10Tയിൽ നമുക്ക് 2 വേരിയൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 6GB RAM 128GB ഇന്റർണൽ സ്റ്റോറേജുള്ള ബേസ് വേരിയൻറ്റും 8GB RAM 128GB ഇന്റർണൽ സ്റ്റോറേജുള്ള ഹയർ എൻഡ് വേരിയൻറ്റുമാണത്. ക്യാമറയുടെ കാര്യത്തിലോട്ട് അടുക്കാം. ക്യാമറയുടെ കാര്യത്തിലാണ് നമുക്കൊരു മേജർ ഡിഫറൻസ് വരുന്നത് ഈ ഒരു 2 ഫോണുകൾ തമ്മിൽ. പ്രൈമറി ക്യാമറയുടെ കാര്യത്തിൽ മാത്രമാണ്. Mi 10T പ്രോയിൽ നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 108 മെഗാ പിക്സലിൻ്റെ സെൻസറാണ്.
പോരാത്തതിന് ഇതിൻ്റെ കൂടെ OIS സപ്പോർട്ട് കൂടെ ഉണ്ട്. ഏത് സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല. മിക്കവാറും അത് HM1 അല്ലെങ്കിൽ HM2 എന്ന് പറഞ്ഞൊരു സെൻസറുണ്ട്. HM2 ഇപ്പോൾ പുതിയ ഇറങ്ങിയൊരു സെൻസറാണ്. അത് വേറൊരു ഫോണിനും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതാണോ യൂസ് ചെയ്തത് എന്ന് ഇതുവരെ Xiaomi പറഞ്ഞില്ല. അതുകൊണ്ട് മിക്കവാറും ഇത് HM1 എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ HMX എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനു മുമ്പുള്ള നമ്മൾ Mi 10 കണ്ട അതേ സെൻസർ തന്നെയായിരിക്കും. Mi 10Tയിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഒരു 64 മെഗാ പിക്സലിൻ്റെ സെൻസറാണ്. ഇത് സോണിയുടെ IMX686 എന്ന് പറഞ്ഞ സെൻസർ തന്നെയാണ്. രണ്ട് ഫോണിലെയും സെക്കൻഡറി ക്യാമറ സെയിം തന്നെയാണ്. ഒരു 13 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് സെൻസറാണ് ഇത് ആദ്യം നമുക്ക് ലഭിക്കുന്നത്. അതൊരു 123 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള ഒരു സെൻസറാണ്. പിന്നെ ഉള്ളത് ഒരു 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ആണ്. 5 മെഗാ പിക്സലിൻ്റെ മാക്രോ അവിടെ കൊടുക്കേണ്ടായിരുന്നു, പകരം ഒരു ടെലിഫോട്ടോ ഒക്കെ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇത്തവണ ഒരു 5 മെഗാ പിക്സലിൻ്റെ മാക്രോ കൊടുത്തിട്ടുണ്ട്. വലിയ കാര്യമൊന്നുമില്ല. ഫ്രണ്ടിലോട്ട് വരാണെങ്കിൽ ഒരു 20 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. ക്യാമറയുടെ കാര്യത്തിൽ ഒരുപാട് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഡുവൽ വീഡിയോ മോഡ് ലഭിക്കുന്നുണ്ട്, ക്ലോൺ മോഡ് ലഭിക്കുന്നുണ്ട്, അത് ഫോട്ടോയിലും വീഡിയോയിലും ലഭിക്കുന്നുണ്ട്. നൈറ്റ് മോഡ് ലഭിക്കുന്നുണ്ട്, നൈറ്റ് സ്കൈ സ്കേപ്പിംഗ് എന്നുകൊണ്ടൊരു മോഡ് ലഭിക്കുന്നുണ്ട്. പിന്നെ കുറേ നൈറ്റ് ഫിൽറ്റേഴ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യവും ലഭിക്കുന്നുണ്ട്. 8K സപ്പോർട്ടുണ്ട് രണ്ട് ഫോണിലും. അങ്ങനെ ക്യാമറയുടെ കാര്യത്തിൽ ഒരു കിടിലം ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാറ്ററിയുടെ കാര്യമാണ്. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് ഫോണിലും യൂസ് ചെയ്തിരിക്കുന്ന 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങുമാണ്. നമ്മൾ പോക്കോ X3 കണ്ട അതേ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി തന്നെയാണ് നമുക്കിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. MMT എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് Xiaomi എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റസ്റ്റ് ചാർജിങ് നമുക്ക് ഈ ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കാം. മിസലേനിയസ് കാര്യങ്ങളിലോട്ട് കിടക്കാം. നമുക്ക് രണ്ട് ഫോണിലും ഒരു സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ലഭിക്കുന്നുണ്ട്. ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പോക്കോ X3 നല്ലൊരു സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ആയിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു നല്ലൊരു സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് തന്നെയായിരിക്കും ഇതിൽ ലഭിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എടുത്ത് പറയാനുള്ള നമുക്കിതിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും ലഭിക്കുന്നില്ല, പക്ഷേ IR ബ്ലാസ്റ്ററൊക്കെ നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫോണുകളുടെ പ്രൈസാണ്. Mi 10T Proയുടെ ബേസ് വേരിയൻ്റായ 8GB RAM 128GB ഇന്റർണൽ സ്റ്റോറേജുള്ള വേരിയൻ്റെ വില എന്ന് പറഞ്ഞാൽ €599. അടുത്ത വേരിയൻ്റായ 8GB RAM 256GB ഇന്റർണൽ സ്റ്റോറേജുള്ള വേരിയൻ്റെ വില എന്ന് പറഞ്ഞാൽ €649. Mi 10Tയുടെ പ്രൈസിലോട്ട് വരികയാണെങ്കിൽ ബേസ് വേരിയൻ്റായ 6GB RAM 128GB ഇന്റർണൽ സ്റ്റോറേജുള്ള വേരിയൻ്റെ വില എന്ന് പറഞ്ഞാൽ €499. അടുത്ത വേരിയൻ്റായ 8GB RAM 128GB ഇന്റർണൽ സ്റ്റോറേജുള്ള വേരിയൻ്റെ വില എന്ന് പറഞ്ഞാൽ €549 ആണ്. അപ്പോൾ പ്രൈസിങ് കാണുകയാണെങ്കിൽ ഒരു ഓവർ പ്രൈസ് എന്ന് തോന്നും. പക്ഷേ ഇത് യൂറോപ്യൻ പ്രൈസിംഗ് ആണ്. ഇന്ത്യൻ പ്രൈസിംഗ് വരുന്നതേ ഉള്ളൂ. ഇന്ത്യൻ പ്രൈസിംഗ് എന്തായാലും ഇതിൽ നല്ല രീതിയിൽ താഴ്ന്നിട്ടിരിക്കും. മിക്കവാറും Mi 10Tയുടെ പ്രൈസിംഗ് ഒരു 35 അതിന് താഴെ തന്നെ ആവാനാണ് ചാൻസ്. അതിലും താഴാൻ ചാൻസ് അധികമില്ല. എന്തായാലും തരക്കേടില്ലാത്തൊരു ഓഫറിംഗ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ. കാരണം നമുക്ക് OnePlus 8T വരുന്നുണ്ട്. OnePlus 8T ആയിട്ട് കമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ ഇതൊന്നും പോരാ. ഒന്നുകിൽ നല്ല രീതിയിൽ പ്രൈസിങ് അഗ്രസീവ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് Xiaomiനെ കൊണ്ട് അത് നടക്കില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. പക്ഷേ ഒരു 30,000 രൂപയ്ക്ക് താഴെയാണ് Mi 10T പ്രൈസ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ ഒരു കിടിലം ഓഫറിംഗ് തന്നെയായിരിക്കും. ഇന്ത്യയിലെ ചീപ്പസ്റ്റ് Snapdragon 865 എന്നൊരു ടാഗ് നമുക്ക് അതിന് കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഈ ഫോണിൻ്റെ ലോഞ്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും അറിയാൻ. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ലോഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കൺക്ലൂഷൻസിലോട്ടൊന്നും അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പോൾ Mi 10T സീരീസിനെ പറ്റി അറിയേണ്ടതെല്ലാം നമ്മളിവിടെ ചർച്ച ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഒരു ഫോൺ കൂടെ ഉണ്ട്, Mi 10T ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിരിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.